അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുന്നു. നേരിലുള്ള തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. ഐശ്വര്യം സമ്പത്തോടെ നിലനിൽക്കുന്നു. നേരിട്ടുള്ള കിരട്ടിൽ വിളിച്ചു വധിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയുള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ സുഖമായിരിക്കും. ഉപകാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. അവനൊരു നാളും കുലുങ്ങിപ്പോകയില്ല. നീതിമാനന്തേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഇത്രത്തോളം കാര്യങ്ങളെ ദൈവം മുന്നോട്ട് കൊണ്ടുവരാനിടയായി തീർന്നല്ലോ. യാത്ര തിരിച്ചു വരുവാൻ, വിശേഷാൽ ഈ ശുശ്രൂഷ നടത്തുവാൻ ഈ അരിയോടെ ചർച്ചിലെ മാസ്റ്റർ തന്നെ ഉത്തമമായി ചാർച്ചക്കാരായി ക്ഷേമത്തോടെ വന്നു കാലാവസ്ഥ ദൈവം അനുകൂലമാക്കി തന്നു. ഇന്ന് നമ്മളിവിടുന്ന് അവിടെ ചെന്ന കുട്ടിയുടെ വളരെ കാര്യങ്ങൾ ചേർന്ന് ആരാൻ നടക്കുന്ന വിവാഹത്തോടുള്ള ബന്ധത്തിൽ വിവാഹ നിശ്ചയത്തിന് വേണ്ടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കർത്താവിൻ്റെ കൃപ ഇത്രത്തോളം ഉണ്ടായിരുന്നു. തുടർന്ന് വലിയ കൃപ ലഭിക്കുവാൻ, യാത്രയിൽ കൂടെ ഇരിപ്പാൻ, അവിടെ നടക്കുന്ന ശുശ്രൂഷയെല്ലാം ദൈവസ്ഥാനത്തിൽ കൂടെ ഇരിപ്പാൻ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസൻ ആകാശിലെ വർഷം സെന്റില് മാഷായിരിക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം സ്തോത്രം. കർത്താവേ, സ്നേഹവാനായ ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ സന്നിധി അടുത്ത് വരും ഞങ്ങളുടെ പുല്ലുമുഖത്തേക്ക് നോക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നല്ല ദാനങ്ങളുടെ ഉറവിടം ഞങ്ങളുടെ വെളിച്ചങ്ങളുടെ പിതാവായിരിക്കാതെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രിയ ഭവനത്തില് ദൈവമേ, നിന്റെ മക്കളോടൊപ്പം ഒരുമിച്ച് കർത്താവേ ഞങ്ങളുടെ മുൻപാകെ തലമണക്കുമ്പോൾ നന്ദിയോടെ കർത്താവേ ഞങ്ങളുടെ സന്നിധികളിൽ നോക്കുന്ന കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിലെ കർത്താവേ അങ്ങയുടെ പ്രവൃത്തി പ്രിയ മക്കളുടെ ജീവിതത്തിൽ കർത്താവെ ചെയ്യുവാൻ അങ്ങേ വിശ്വസ്തയോടെ വ്യാപരിച്ച കൃപകൾക്കായി സ്തുതിക്കുന്ന കർത്താവെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് പോലെ ദൈവമേ, പ്രിയ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്ത ഇവൻ കാര്യങ്ങൾക്കായി സ്തോത്രം. ദൈവമേ, തക്ക സമയമായപ്പോൾ കർത്താവെ പ്രിയ ജിജോയ്ക്ക് കർത്താവെ അനുഗ്രഹീതമായ വിവാഹത്തിന്റെ കാര്യങ്ങളെ വരുവാനും കർത്താവെ ഇന്ന് അതിൻ്റെതായ ഉറപ്പിലേക്ക് കടന്നു പോകാൻ സഹായിച്ചല്ലോ. പ്രിയ മകന് വേണ്ടി ഒരുക്കിയതായ കർത്താവെ കസിക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ വിവിധ സ്ഥലങ്ങളിലായിരുന്നായ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവെ ഒരുമിച്ച് ചേർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവെ കുടുംബ ജീവിതത്തിലേക്ക് അവരെ കർത്താവെ ഒരുമിച്ച് കൈപിടിച്ച് നടത്തുവാൻ വേണം അങ്ങയുടെ അദൃശ്യമേറിയ സാന്നിധ്യം കൂടെയുള്ള കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ായി പ്രാർത്ഥിക്കുന്നു. പ്രിയ മകനെ കർത്താവെ ശക്തീകരിക്കണമേ, കർത്താവെ ബലപ്പെടുത്തുവാനാകണം. കർത്താവെ കസിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ പ്രിയ മകളെ ബലപ്പെടുത്തണം, ശക്തീകരിക്കുവാനാകണം. ഇന്ന് നടക്കുന്ന കർത്താവെ എൻഗേജ്മെന്റ്, കർത്താവെ ശരിയാഴ്ച നടക്കുന്ന വിവാഹവും എല്ലാ കാര്യങ്ങളും കർത്താവെ പ്രത്യേകമായ കൃപയില് ദൈവത്തിന്റെ മക്കളെ പരിപാലിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. മാനസികമായും ശാരീരികമായും ദൈവമേ സ്തോത്രം, ആത്മീയമായി എല്ലാ മേഖലകളിലും കർത്താവെ നിർത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഒരിക്കൽ കൂടെ ജീവിക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയവാക്ക് ക്ഷേമത്തോടെ യാത്ര കടന്നുവരുവാന്റെ കൂടെ ഇവിടെയായി തീർന്നല്ലോ. ശിഷ്യനായി പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളെ ബലപ്പെടുത്തുമാറാകേണ്ട കർത്താവയുടെ കരം കൂടെ ഇരുന്ന് ആ കുടുംബത്തോട് അനുഗ്രഹിച്ചു കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഭവനത്തിലെ സഹോദരങ്ങൾക്കായി, ബന്ധുമിത്രങ്ങൾക്കായി, ചർച്ചക്കാർക്കായി, പ്രിയ മാതാവിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്
കർത്താവേ സന്നിഭാഷനായി പ്രാർത്ഥിക്കുന്നു. ദാസനെ കുടുംബം അനുഗ്രഹിക്കണമേ. സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ ഇവിടെ നിങ്ങളുടെ കർത്താവ് എനിക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ ദൈവങ്ങളുടെ സാന്നിധ്യ കൃപയെ കൂടെ ഇരിക്കണം. ദൈവം നടക്കുന്ന എല്ലാ ശുശ്രൂഷയിലും ദൈവങ്ങളുടെ സാന്നിധ്യമാരുടെ കർത്താവെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവദാസന്മാരെ ബലപ്പെടുത്തുമാറാകണം. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും അതാത് കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം സഹായിക്കുമാറാകണം. ഒരിക്കൽ കൂടെ പ്രിയ മക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല കാലാവസ്ഥയെ കുറിക്കുന്നതിനായി സ്തുതിക്കുന്ന കർത്താവേ, എല്ലാ അപകട അനർത്ഥങ്ങളുടെ വിടുവിക്കുമാറാകണം കർത്താവേ. പ്രാർത്ഥനകളെ കേട്ടിരിക്കാതെ സ്തോത്രം കൃപയിൽ മുറയ്ക്കണം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദൈവോദിക്കേണ്ട ഉത്തരമരുളുമാറാകണമേ. ആമേൻ.
ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. നീ ഉണ്ടെന്റെ ഉള്ളം നാന്റെ നിറയുന്ന സന്നാമോടെ സ്തുതി പാടിടുന്നേ. ദേവസന്നാമോടെ സ്തുതി പാടിടുന്നേ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാനന്ദിയുള്ള മകൾ ശക്തി നീയേ. നാദാന്തിയുള്ള മകൾ ശക്തി നീയേ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഇപ്പോഴെന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഇസ്രായേലിലെ യഹോവയിൽ ആശ്രയിക്കാം, അവനോട് സഹായവും പരിചയമാകുന്നു. അഹരോന്റെ യഹോവയിൽ ആശ്രയിക്കാം, അവനോട് സഹായവും പരിചയമാകുന്നു. ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിക്കുകയും അവനോട് സഹായവും പരിചയമാകുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കും, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അവൻ യഹോവക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പ്രാർത്ഥന. അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായിട്ട് സ്തോത്രം. പ്രിയ പൈതങ്ങളുടെ വിവാഹ നിശ്ചയത്തിനായിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു പോകുന്നു. ഒരുക്കപ്പെട്ട മകനെയും മകളെയും ഇരു കുടുംബങ്ങളെയും കത്തുദാസന്മാർ ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാം നടത്തിത്തരണം. എല്ലാത്തിൽ കൂടെ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമം മഹത്വം എടുക്കണം. അവരെ വിവാഹ നിശ്ചയത്തിലേക്ക് നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. നിശ്ചയിച്ച ആലോചന പറഞ്ഞു തന്നതിനാൽ സ്തോത്രം. ഇരു കുടുംബങ്ങൾക്കായി സ്തോത്രം. ആലോചനയിൽ വലിയവനായ ദൈവം എല്ലാം നടത്തി തന്നു. അടുത്ത ശനിയാഴ്ച നടക്കുന്ന വിവാഹ ശുശ്രൂഷയിൽ മംഗളമാകുവാൻ ഞങ്ങൾ അനുഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ കാര്യങ്ങളെയും പ്രിയ മകൾക്കായിട്ട് സ്തോത്രം. മാതാപിതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി, കുടുംബാംഗങ്ങൾക്കായി സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലത്തുകരം പ്രിയ പൈതലിന്റെ മേൽ വെച്ച് കുടുംബജീവിതത്തിന് ഉത്തരവാദിത്തത്തേക്ക് പ്രവേശിക്കാനുള്ള ധൈര്യവും ബലവും ആരോഗ്യവും എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ ഈ കുടുംബാംഗങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. നടക്കുന്ന എല്ലാ ശുശ്രൂഷയും കർത്താവിന്റെ തിരുസാന്നിധ്യമുണ്ടായിരുന്നു. കർത്താവ് എല്ലാം നടത്തി തരണമേ. അവിടുത്തെ നാമ മഹത്വം എടുക്കണമേ. യാത്ര ചെയ്ത് കടന്നു വരുന്നവർക്കായി സ്തോത്രം. വിവിധ ഭവനങ്ങളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് തേച്ച് ദോഹയിൽ നിന്ന് കടന്നു വന്ന് ജൽപാഷനായി മഞ്ജുനായി പ്രിയപ്പെട്ടവർക്കായിട്ടൊക്കെ സ്തോത്രം ചെയ്യുന്നു. എല്ലാം അനുഗ്രഹിച്ചത് നമ്മുടെ സ്തോത്രം. ഒന്നിനും കുറവില്ലാതെ കർത്താവ് നടത്തി തന്നു. അവിടുത്തെ നാമം മാത്രം മഹത്വം എടുക്കുവാൻ കർത്താവ് ഇടയാക്കുന്നതുകൊണ്ട് സ്തോത്രം. സകല നാമത്തിനും മേലായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.
എന്നെ കണ്ടോ കണ്ടിടുന്നു നിയുക്ത വരനും കുടുംബാംഗങ്ങളും നിയുക്ത വധു കുടുംബാംഗങ്ങളും ഹോളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വിവാഹ നിശ്ചയ ശുശ്രൂഷ നടത്തുന്നതിന് ഒരു ആത്മീയ അനുഭവത്തിലാണ്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് കർത്താവിൻ്റെ സാന്നിധ്യം. ദൈവകൃപ നമ്മളോടുകൂടി ഇരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി സമയം ഉപയോഗിക്കുകയാണ്. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. ഓപ്പണിംഗ് പ്രേയറിനായിട്ട് പാസ്റ്റർ PG വർഗീസിനെ ക്ഷണിക്കുന്നു. ഇന്ന് വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. തികഞ്ഞ ദൈവിക സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുവാൻ, ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. സ്വർഗീയ പരമപിതാവേ, സർവ്വകുടുംബത്തിനും പേര് വരുവാൻ കാരണഭൂതനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായി വിവാഹ നിശ്ചയ ശുശ്രൂഷ ഇവിടെ നടക്കുന്നല്ലോ പിതാവേ. ഇത് ദൈവത്താൽ സംഭവിച്ചു. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇന്ന് യഹോവയുണ്ടാക്കിയ ദിനം. ഇന്ന് യഹോവയായ കർത്താവിൽ സന്തോഷിപ്പാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം തന്നെ കണ്ട് ഞാൻ അവർക്ക് തക്ക തുണയെ ഒരുക്കി കൊടുക്കുമെന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന ആ ദൈവ ശബ്ദത്തിന്റെ നിവൃത്തീകരണം ഇന്നും കർത്താവേ, പ്രിയ മകൻ ജിജോയ്ക്ക് വേണ്ടി ദൈവം ഒരു കെസിയായി ഒരുക്കുന്നതിനാൽ സ്തോത്രം. അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ഒരുങ്ങുന്നല്ലോ പിതാവേ. അതിന് മുന്നോടിയായിട്ട് ആമേൻ, അതിന്റെ എല്ലാ ക്രമീകരണങ്ങൾ ഇന്ന് വിവാഹ നിശ്ചയ ശുശ്രൂഷ ഇവിടെ നടക്കുകയാണ്. സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ ശക്തന്മാരായ ദൂതന്മാരും വലിയ ദൈവിക സാന്നിധ്യവും ഞങ്ങൾ ചോദിക്കുന്നു പിതാവേ. ശുശ്രൂഷയിൽ ഉടനീളം ദൈവത്തിന്റെ അത്ഭുത കരം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ആമേൻ സകലതും നിയന്ത്രിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ കർത്താവ് ഓർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ജിജോയുടെ ജനനം മുതൽ ആമേൻ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ദൈവം സൂക്ഷിച്ചല്ലോ. ആമേൻ, സകലത്തിലുപരി കർത്താവുമായൊരു നല്ല ബന്ധത്തിലേക്ക് വരുവാൻ സ്വർഗം കൃപ ചെയ്തല്ലോ. അതേപോലെ കെസിയായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ദൈവിക ബന്ധത്തിലേക്ക് കടന്നു വരുവാനും നല്ല കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ക്രമീകരണങ്ങൾ സ്വർഗത്താൽ ദൈവം ഒരുക്കിയതിനാൽ സ്തോത്രം. കർത്താവെ, ഇരു കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരുവരുടെയും മാതാപിതാക്കളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഇരുവരുടെയും ദൈവസഭയെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവാത്മാവ് നിയന്ത്രിക്കണമേ. വരുവാൻ പോകുന്ന വിവാഹത്തിനായി ഞങ്ങൾ സ്തോത്രം. കർത്താവെ, ഇന്നത്തെ ശുശ്രൂഷയെല്ലാം ഒരു ഒരുക്കത്തിലേക്ക് ആമേൻ സ്തോത്രം. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ എന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ വരാൻ പോകുന്ന ഒരു മകൻ വിവാഹത്തിലേക്കുള്ള ഒരുക്കമാണ് ഇവിടെ നടക്കുന്നത്. അതിനായി കർത്താവെ, ഇരു വ്യക്തികളെയും കുടുംബങ്ങളെയും എല്ലാം ഒരുക്കിയാട്ട് പ്രാർത്ഥിച്ച് ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച ദൈവവചന വായനയിലേക്ക് നമുക്ക് കടക്കാം. 33-ാം സങ്കീർത്തനം നമ്മുടെ നന്മയ്ക്കായി വായിക്കുന്നു. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേതൃത്വമുള്ളവർക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവീൻ.
അവന് പുതിയ പാട്ട് പാടുവിൻ, ഘോഷസ്വരത്തോട് നന്നായി വാദ്യം വായിപ്പിൻ. യഹോവയുടെ വചനം നേരുള്ളത്, അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. അവൻ നീതി ന്യായം ഇഷ്ടപ്പെടുന്നു. യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. യഹോവയുടെ വചനത്താൽ ആകാശം, അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യം ഉളവായി. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കൂമ്പാരമായി കൂട്ടുന്നു. അവൻ ആഴികളെ ഭണ്ഡാരഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. സകല ഭൂവാസികളെ യഹോവയെ ഭയപ്പെടട്ടെ. ഭൂതലത്തിൽ പാർക്കുന്നവരൊക്കെ അവനെ ശങ്കിക്കട്ടെ. അവൻ അരുളിച്ചത് അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായി, അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതി, അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുക്കുന്ന ജനവും ഭാഗ്യമുള്ളത്. യഹോവ സ്വർഗത്തിൽ നോക്കുന്നു, മനുഷ്യപുത്രന്മാരൊക്കെ കാണുന്നു. അവൻ തന്റെ വാസസ്ഥലത്ത് നിന്ന് സർവ്വവാസികളെ നോക്കുന്നു. അവൻ അവരുടെ ഹൃദയങ്ങളെ ഒരുപോലെ മെനഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികളൊക്കെ അവൻ ഗ്രഹിക്കുന്നു. സൈന്യവകുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തന്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ നമ്മുടെ ഉള്ള യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ സഹായവും പരിചയമാകുന്നു. അവന്റെ വിശുദ്ധനാമത്തിൽ നാം ആശ്രയിക്കാൻ നമ്മുടെ ഹൃദയം അവനിൽ സന്തോഷിക്കും. യഹോവേ, ഞങ്ങൾ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നത് പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. Hallelujah. May the Lord add his blessings upon the reading of the scripture. കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരെയും സ്വാഗതം ചെയ്യുക. ഒന്ന് ആ ചുമതലയാണ് ഇപ്പോൾ ഞാനിവിടെ നിർവഹിക്കുന്നത്. വിവാഹിച്ച ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാരെയും യുക്തവരൻ ജിജോ ജോർജ്, കെസിയ റോയി മാത്യു, അവരുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കായും നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിവാഹം നിശ്ചയ ശുശ്രൂഷ ഇവിടെ ഭംഗിയായി നടത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കൊയറിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനിൽ അടൂരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വർഷിപ്പ്, അവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിയുക്ത വരൻ ജിജോ ജോർജ് മാത്യു, അവരുടെ കുടുംബാംഗങ്ങൾ ഹാർദവുമായിട്ട് വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വധുവിൻ്റെ പേര് കെസിയ റോയി മാത്യു, അവരുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ വളരെ സന്തോഷത്തോടെ ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂത് തരുന്നത് പാസ്റ്റർ ജെറിൽ ചെറിയാൻ ദോഹയിലാണ്. ദോഹയിൽ നിന്ന് മഞ്ജുബദറും ജെറിൽ ചെറിയാനും കൂടെ വന്നിരിക്കുന്ന സഹോദരനും വിവാഹ നിശ്ചയ ശുശ്രൂഷയ്ക്കായിട്ട് വളരെ സ്നേഹത്തോടെ വളരെ യാത്ര ചെയ്ത് ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നതിനുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. അവരെ പ്രത്യേകം ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ജെറിൽ ചെറിയാൻ നമ്മളോട് മെസ്സേജ് അറിയിക്കുന്നതായിരിക്കും. അതുപോലെ ഇവിടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്ന പാസ്റ്റർ PG വർഗീസ്, പാസ്റ്റർ യോഹന്നാൻകുട്ടി ദാനിയേൽ, അതുപോലെ പ്രിയപ്പെട്ട കത്തുദാസൻ പാസ്റ്റർ തോമസ് ജോർജ്, ഹല്ലേലൂയ, പാസ്റ്റർ സണ്ണിക്കുട്ടി, നീ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എല്ലാ ദേവദാസന്മാരെയും വളരെ ഹൃദ്യമായി ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ ഷോർട്ടായിട്ട് 1 മണിക്കൂറിനുള്ളിൽ വിവാഹ നിശ്ചയ ശുശ്രൂഷ അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് ക്രമീകരണങ്ങളെല്ലാം ദൈവം അനുഗ്രഹമായി തീരട്ടെ. കനാവിൻ്റെ കല്യാണമെന്ന് എഴുന്നള്ളി വന്ന് കുറവ് തീർത്തതുപോലെ ഉയർത്തുന്നേറ്റ കർത്താവിൻ്റെ തിരുസാന്നിധ്യം നമ്മൾ അനുഭവിച്ച് ആ ഭക്തിയോടും ആ വിശ്വാസത്തോടും ആ പവിത്രതയോടും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്ന എല്ലാവരെയും വളരെ ഹൃദ്യമായി ഒരു പ്രാവശ്യം കൂടെ ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ കൊയർ മെമ്പേഴ്സ് വർഷിപ്പിന് അല്പസമയം വേദിരിക്കുകയാണ്. ആ സമയം ദൈവത്തെ ആരാധിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഇരിപ്പിടം വിട്ടൊന്ന് എഴുന്നേറ്റ് നിന്ന് അല്പസമയം കർത്താവിനെ ആരാധിക്കാം. എല്ലാവരും ഇരു കുടുംബങ്ങളിലും ദൈവം തലമുറകളുടെ മേൽ വാഗ്ദത്തങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. എല്ലാ അധരങ്ങളും ഒന്ന് തുറന്ന് കണ്ണുകളെ നടച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കാം.
നമ്മളെ നടത്തുന്ന ഒരു കരമുണ്ട്. ആ കരത്തിൻ്റെ പ്രത്യേകത കുറുകിപ്പോകാത്തൊരു കരമാണ്. നമ്മുടെ ശബ്ദം കേൾക്കുന്ന ഒരു കാതുണ്ട്. ആ കാതിൻ്റെ പ്രത്യേകത ഇന്നും മന്ദമായി പോയിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരുമിച്ച് കർത്താവിനെ അതിരങ്ങളെ തുറന്ന് നന്ദിയോടെ പാടി ആരാധിക്കും. ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്, ഒരു നാൾ മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതലിക്കുണ്ട്, ഒരു നാൾ മന്ദമാകില്ല. ഒരു സങ്കേതമുണ്ട്, ഒരു നാളിലും വാതിലടയുകയില്ല. എൻ തല ചായ്ക്കാൻ ഒരു മാർഗിടമുണ്ട്, ചൂട് നൽകും യേശുവിൻ മാർഗ്. എൻ തല ചായ്ക്കാൻ ഒരു മാർഗിടമുണ്ട്, ചൂട് നൽകും യേശുവിൻ മാർഗ്. Yeah.
ഒരു കാതലിട്ടുണ്ട് ഒരു നാടും മന്ദമാകില്ല. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവാന്ദനം. ഞാൻ ആദ്യമേ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ ബാക്കി അറിയാത്തവരെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് റജി മാത്യു, അതായത് റോയിയുടെ മൂത്ത ബ്രദറാണ്. റോയി മാത്യുവിൻ്റെ മൂത്ത ബ്രദറാണ്. പിന്നെ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ ഒരു കർത്തവ്യമുണ്ട്. അപ്പോൾ അതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ സഹോദരൻ റോയി മാത്യുവിൻ്റെ മകളുടെ വിവാഹ സംബന്ധമായ തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കുവാനായിട്ട് ആണ് ഞാനിവിടെ നിൽക്കുന്നത്. തട്ടയിൽ ഹൗസ്, പുത്തൻകാവ് PO, ചെങ്ങന്നൂർ, ആലപ്പുഴ ജില്ല. ശ്രീ റോയി മാത്യുവിൻ്റെയും ശ്രീമതി സാറാമ്മ റോയിയുടെയും മകളും ദി ഫുൾ ഗോസ്പൽ ചർച്ച് ഓഫ് സുവാർത്ത മല്ലപ്പള്ളി സഭാംഗവുമായ കസ്യ റോയി മാത്യുവും ശ്രീമാൻ ജോർജ് മാത്യുവിൻ്റെയും ശ്രീമതി ജെസ്സി ജോർജ് മാത്യുവിൻ്റെയും ടെക്സാസ് USA നാട്ടിലവർ വടശ്ശേരി വീട്ടിൽ എറികാട് പുതുപ്പള്ളി PO കോട്ടയം, അവിടെയാണ് അവരുടെ സ്വദേശം. അവരത് ഡാലസ് വർഷിപ്പ് സെൻറ്റർ ടെക്സാസ് സമുദായ അംഗമാണ്. പിന്നെ ജിജോ ജോർജ്, അവരുടെ മകൻ ജിജോ ജോർജും തമ്മിലുള്ള വിവാഹം ഇരു വീട്ടുകാരും ഞങ്ങളൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ആയതിൻ്റെ പൂർത്തീകരണത്തിനായിട്ടാണ് നമ്മളെല്ലാവരെയും ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന ദൈവദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും, കൂടാതെ ജിജോയുടെയും കെസിയയുടെയും വിവാഹ നിശ്ചയത്തോടുള്ള ബന്ധത്തിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. എന്നിൽ നിശബ്ദമായിരിക്കുന്ന ദൗത്യം ഇരു ഭവനങ്ങൾ ചേർന്ന് എടുത്തിരിക്കുന്ന വിവാഹ ധാരണ പരസ്യമായി പ്രസ്താവിക്കുവാൻ വേണ്ടിയാണ്. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയിൽ
തട്ടേൽ വീട്ടിൽ റോയ് മാത്യുവിൻ്റെയും സാറാമ റോയിയുടെ മകൾ കെസിയ റോയ് മാത്യു അമേരിക്കയിലെ ടെക്സാസ് സംസ്ഥാനത്ത് ഡാളസ് കൗണ്ടിയിലെ കരോൾട്ടൺ സിറ്റിയിൽ 1309 ഡാഡ്സൺ ഡ്രൈവിലെ ജോർജ് മാത്യുവിൻ്റെയും ജെസി മാത്യുവിൻ്റെയും മകൻ ജിജോ ജോർജ് മാത്യു തമ്മിലുള്ള വിശുദ്ധ വിവാഹം ദൈവഹിതമായാൽ 2025 ഒക്ടോബർ മാസം 4-ാം തീയതി 3 മണിക്ക് ചങ്ങനാശ്ശേരിയിലെ കൊണ്ടൂർ ബൈക്ക് വാട്ടർ റിസോർട്ടിൽ വെച്ച് നടത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇരു ഭവനങ്ങളും എടുത്ത തീരുമാനം നിയുക്ത വധുവിൻ്റെ ഭാഗത്തുനിന്നും വരൻ്റെ ഭാഗത്തുനിന്നും ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞതിലുള്ള സന്തോഷം ഇപ്പോൾ അറിയിക്കുന്നു. നിയുക്ത വരനെയും വധുവിനെയും എല്ലാവർക്കും പരസ്യമായി കാണാനായിട്ട് അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ മാതാപിതാക്കളോട് ആദ്യം നിയുക്ത വരൻ, 2 മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടും കൂടെ സ്റ്റേജിലേക്ക് വരിക. അതിന് പുറകെ വധുവും അവരുടെ കുടുംബാംഗങ്ങളും കൂടെ ഒന്നിച്ച് സ്റ്റേജിലേക്ക് വരിക. നിയുക്ത വരൻ ജിജോ ജോർജ് മാത്യു, നിയുക്ത വധു കെസിയ റോയി മാത്യു. അവിടെ മാതാപിതാക്കൾ കുടുംബാംഗങ്ങളാണ്. എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷത്തോടെ നിങ്ങളെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തല്ലോ. നിങ്ങൾ കടന്നു വന്നതിൽ സന്തോഷം അറിയിക്കുന്നു. ഇപ്പോൾ ഇവരെ അനുഗ്രഹിച്ച് ഒന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ തോമസ് ജോർജ്. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ, ഞങ്ങളുടെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ അടികൾക്ക് അങ്ങ് നൽകിയതായ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കാലാകാലങ്ങൾ ഞങ്ങളെ രക്ഷിച്ച് വീണ്ടെടുത്ത് അങ്ങയുടെ മക്കളാക്കി തീർത്ത ഭാഗ്യപദവി ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഇരുഭവനങ്ങളിൽപ്പെട്ടവർക്ക് കൂടി വരുവാൻ തക്കവണ്ണം സഹായിച്ചതായ അങ്ങയുടെ മഹാസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയ ജിജോയുടെയും കെസിയുടെയും വിവാഹത്തോടതായ ബന്ധത്തിൽ ചില നാളുകളായി കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഇരു ഭവനങ്ങളിൽപ്പെട്ടതായ മാതാപിതാക്കൾക്കും ചാർച്ചക്കാർക്കും ദൈവം അവസരങ്ങളെ ഒരുക്കി. കർത്താവെ, അങ്ങയുടെ തിരുഹിത പ്രകാരം ഇന്ന് അതിൻ്റെ ഉറപ്പീരുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം ദൈവമേ തന്നതായ നല്ല സാവകാശനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഇന്ന് ഇവിടെ എടുക്കുന്നതായ ഈ തീരുമാനം അത് ഞങ്ങളുടേതല്ല, ലോകസ്ഥാപനത്തിന് മുൻപേ ഞങ്ങളെ കണ്ടവനായ കർത്താവിന്റെ തീരുമാനപ്രകാരമാണല്ലോ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. കർത്താവ്, ജിജോയും കെസിയും തമ്മിൽ ഒരുമിച്ച് കുടുംബജീവൻ നയിക്കേണ്ടത് അത് ദൈവത്തിന്റെ തീരുമാനവും സമയം മാത്രമേ ഞങ്ങളുടെ മുൻപിൽ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവ്, ഇന്ന് ഇപ്രകാരം ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ കർത്താവെ, അവരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങളെ ഞങ്ങൾ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ബന്ധുമിത്രാണ്, ചാർച്ചക്കാര്, സ്നേഹിതര്, സഭാജനങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവമേ, വരും ദിവസങ്ങളിൽ ഇന്നിവിടെ കർത്താവെ പ്രസ്താവിച്ചതുപോലെ വിവാഹത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുമ്പോൾ അങ്ങയുടെ സ്വർഗീയമായ സാന്നിധ്യം അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയാക്കുമാറാകണമേ. കർത്താവ്, ഇന്ന് അനുകൂലമായ കാലാവസ്ഥ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയല്ലോ. കർത്താവ്, വിവാഹത്തോടുള്ള ബന്ധത്തിലും അനുകൂലമായ കാലാവസ്ഥ ഞങ്ങൾക്ക് നൽകി ശുശ്രൂഷകളെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായി നടക്കത്തക്ക നിലയിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നേതൃത്വം കൊടുക്കുന്ന ദേവദാസന്മാരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ജിജോയെയും കെസിയെയും വിവാഹത്തിന് വേണ്ടി ഒരുക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയതോന്നി കേട്ട ഉത്തരമരുളുമാറാകണമേ. താങ്ക് യു പാസ്റ്റർ. വിവാഹ നിശ്ചയരേഖ ഇവിടെ വായിക്കുന്നു. അതിനുശേഷം വിവാഹ നിശ്ചയരേഖ ഉത്തരവാദിത്തപ്പെട്ടവർ വായിച്ചതിന് ശേഷം ഇവിടെ വന്ന് വിവാഹ നിശ്ചയരേഖ കൈമാറുന്നതായിരിക്കും എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. എരക്കാട് വില്ലേജിൽ
പുതുപ്പള്ളി താലൂക്കിൽ കോട്ടയം ജില്ലയിൽ വടശ്ശേരി വീട്ടിൽ മിസ്റ്റർ ജോർജ് മാത്യുവിൻ്റെയും മിസ്സസ് ജെസി ജോർജിൻ്റെയും മകനും ഡാലസ് വർഷിപ്പ് സെൻ്റർ സഭാംഗവുമായ ജിജോ ജോർജ് മാത്യു, പുത്തൻകാവ് ഗ്രാമത്തിൽ ചെങ്ങന്നൂർ താലൂക്കിൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ തടത്തിൽ ഭവനത്തിൽ മിസ്റ്റർ റോയി മാത്യുവിൻ്റെയും മിസ്സസ് സാറാമ റോയിയുടെയും മകളും ഖെസിയ റോയി മാത്യു. ദൈവഹിതമായ ഇവരുടെ വിവാഹം ഒക്ടോബർ മാസം 4-ാം തീയതി 2025 മറ്റ് കോണ്ടോർ ബാക്ക് വാട്ടേഴ്സ് റിസോർട്ട് ചങ്ങനാശ്ശേരിയിൽ വെച്ച് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് നടത്തുവാനായിട്ടാണ് ഇവർ തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വിവാഹ നിശ്ചയരേഖ നിയുക്ത വരനും വധുവും പാസ്റ്റേഴ്സും അതിൻ്റെ മാതാപിതാക്കളും പരസ്യമായി സൈൻ ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യാൻ വിവാഹ നിശ്ചയരേഖയും കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ മുന്നോട്ട് വരിക. വളരെ അനുഗ്രഹത്തോടെ ദൈവം ഈ കാര്യങ്ങളെല്ലാം നടത്തി തന്നല്ലോ. വിവാഹ നിശ്ചയരേഖ കൈമാറിയിരിക്കുന്നു. നിങ്ങളെല്ലാം അതിന് സാക്ഷികളായിരിക്കുന്നു. ഇനി നമുക്ക് വചനം കേൾക്കാനായിട്ടുള്ളൊരു അവസരമാണ്. പാസ്റ്റർ ജെറിൽ ചെറിയാൻ, സീനിയർ പാസ്റ്റർ, സുവാർത്ത ചർച്ച് ദോഹ, അദ്ദേഹം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മളോട് ഇപ്പോൾ ആധികാരികമായി സംസാരിക്കും. പ്രൈസ് ലോർഡ്. നമുക്കൊരു പാട്ട് പാടിയിട്ട് യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥ മാറ്റാൻ. നമുക്കൊരുമിച്ച് ഈ ഹാളിൽ വന്നിരിക്കുന്ന യേശു എന്ന് ആരാധിച്ചിട്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കേൾക്കാം. കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ എല്ലാവരും കണ്ണുകൾ അടച്ച് ഇവിടെ വന്നിരിക്കുന്ന കർത്താവിനെ ഒന്ന് സ്വാഗതം ചെയ്യാം. നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്തു. വധുവിൻ്റെ വീട്ടുകാരെ, വരൻ്റെ നിയുക്ത വരനെ, നിയുക്ത വധുവിനെ, ആ കുടുംബത്തെ എല്ലാം സ്വാഗതം ചെയ്തു. കർത്താവിൻ്റെ ദാസൻ അനിൽ അടൂർ നമ്മളെ ആ പാട്ടിൻ്റെ 2 ലൈനുകൾ പാടിയാൽ മതി. അതിൽ നമ്മളെ സഹായിക്കും. നമുക്ക് യേശു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥകൾ നിശ്ചയമായിട്ടും മാറും. ഇന്ന് നിങ്ങളെ ഒരു വിവാഹ നിശ്ചയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് കടന്നു വന്നിരിക്കുന്നതെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാത്തിലും ഒരു അനുഗ്രഹമായി തീരുവാൻ യേശുവിൻ്റെ സാന്നിധ്യത്തെ നമ്മളൊന്ന് അക്നോളജ് ചെയ്താൽ, ആ സാന്നിധ്യത്തെ ഒന്ന് തിരിച്ചറിഞ്ഞ് യേശു വന്നിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് പ്രഖ്യാപിച്ചാൽ നിശ്ചയമായിട്ടും അവസ്ഥ മാറുക തന്നെ ചെയ്യും.
അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രം ആ കൈകൾ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞു. കാരണം കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ നിങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുമെന്ന് കർത്താവിന്റെ വചനമായതുകൊണ്ട് ഈ നിശ്ചയ ശുശ്രൂഷയുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുന്ന യേശുവിനെ ആ കൈകൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ജീവനുള്ളവരൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് നമ്മളിവിടെ ജീവനോടാണ് വന്നിരിക്കുന്നെങ്കിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ജീവനുള്ളവർ മാത്രം നിങ്ങളുടെ കൈകളെ ഉയർത്തിയിട്ട് പറ, യേശു ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ അവസ്ഥയെ കർത്താവ് നിശ്ചയമായിട്ട് മാറ്റുക തന്നെ ചെയ്യും. കരം ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കർത്താവ് നമ്മളെ എല്ലാ രീതിയിലും അനുഗ്രഹിക്കട്ടെ. വേദിയിലായിരിക്കുന്ന സ്വാർത്ഥ സഭയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി വി പോത്തൻ അവറുകൾ, കൂടാതെ എല്ലാ കർത്തൃദാസന്മാർക്കും ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കിങ്ങനെ കൂടി വരാൻ ദൈവം അവസരം ഒരുക്കുന്നു. ആമേൻ. വിവാഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് ദൈവം ഒരുക്കുന്ന സമയത്ത് അതാതിന്റെ സമയത്ത് നടക്കും. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടി കുറേ നാളുകളായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ഒരു സമയമായപ്പോൾ അതിനുള്ള മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കി. അത് എല്ലാം കർത്താവ് നിശ്ചയിച്ചു. അതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. അവൻ ഇന്ന് എപ്പോഴും ഓർത്തോണം, കർത്താവ് ഒരിക്കലും താമസിച്ച് വരത്തില്ല, കർത്താവ് ഒരിക്കലും നേരത്തെ വരത്തില്ല. കർത്താവ് എന്ത് ചെയ്താലും അത് അതിന്റെ സമയത്തായിരിക്കും കർത്താവ് ചെയ്യുന്നത്. അതിപ്പോ കുടുംബജീവിതമോ വിവാഹമോ കുഞ്ഞുങ്ങളോ ജോലിയോ എന്ത് തന്നെയാണെങ്കിലും കർത്താവിന് അതിൻ്റെതായ ഒരു സമയമുണ്ട്. അതാതിന്റെ സമയത്ത് കർത്താവ് ചെയ്യുക തന്നെ ചെയ്യും. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവമക്കളാകുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുന്നവരാകുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കണം. നമ്മൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. എന്തെങ്കിലും താമസിക്കുന്നു, എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നടക്കുന്നില്ല എന്ന് കണ്ട് ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. കാരണം യേശു നമുക്ക് വേണ്ടി അതാതിന്റെ സമയത്ത് കാര്യങ്ങളെ ചെയ്തു തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടുള്ള ആദ്യത്തെ ദൂതാണ്, യേശു അതാതിന്റെ സമയത്ത് നമുക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്തു തരും. വാതിൽ തുറക്കേണ്ട സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി വാതിൽ തുറക്കും. വിവാഹം നടത്തേണ്ട സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി വിവാഹം നടത്തും. ജോലി കിട്ടേണ്ട സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി ജോലി ഒരുക്കി തരും. ഇതെല്ലാം കർത്താവ് അതാതിന്റെ സമയത്ത് ചെയ്യുന്നതിനായി സ്തോത്രം. അങ്ങനെ പ്രിയ ഈ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന്റെ സമയമായപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ഈ രണ്ട് കുടുംബങ്ങളെ തമ്മിൽ എങ്ങനെയോ ബന്ധിപ്പിച്ചു. അങ്ങനെ ആ കോൺവെർസേഷൻ ഇന്ന് ഇവിടെ വരെ എത്തിച്ചേരുവാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഇവരുടെ പ്രതിനിധിയായിട്ടാണ്. റോയിച്ചാന്റെയും സുനിത ആന്റിയുടെയും ഏബലിന്റെയും നീതുവിന്റെയും കെസിയയുടെയും ഒക്കെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഈ കുടുംബവുമായിട്ടുള്ള ബന്ധം വളരെ കാലത്തെ ബന്ധമാണ്. കർത്താവിന്റെ കൃപയാൽ ഇവരെയൊക്കെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. അതിലുപരിയായി ദൈവസഭയോട് ഇവർ ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബം. അപ്പൊ എന്നോട് കെസിയയെ കുറിച്ച് ആര് ചോദിച്ചാലും പറയും, ഭാവിയിലെ കാതറിൻ കുൽമാനാവും. അതോടെ മേലുള്ള പ്രൊഫസിയാണ്. അവൻ അഭിഷേകം കൊണ്ട് നിറഞ്ഞ ഒരു പെൺകൊച്ചിനെ അവനെ നിനക്ക് കിട്ടാൻ പോകും. ജീവിതത്തിൽ ഏറ്റവും വലുത് സൗന്ദര്യമല്ല, ബാഹ്യമായ സൗന്ദര്യങ്ങളൊക്കെ മാറിപ്പോകും. പക്ഷെ അകത്ത് വന്ന അഭിഷേകം എന്ന് പറയുന്നത് അതാ വലുത്. ഇവളെ കുഞ്ഞിലെ തൊട്ട് എനിക്കറിയാം. ഇവളെ എൻ്റെ ടെസ്റ്റിമണിയാണ് ഞാൻ ഇവളെ കുറിച്ച് പറയുന്നത്. കുഞ്ഞിലെ തൊട്ട് എനിക്ക് ഇവളെ അറിയാം. ഇവളെ അഭിഷേകത്തിൽ നിറഞ്ഞ ഒരു പെൺകുഞ്ഞിനെയാണ് കർത്താവിനെ കുറിക്കുന്നത്. നീ ഭാഗ്യവാൻ. നല്ല ഭാര്യയെ കിട്ടുന്നത് ഭാഗ്യമാണ്. ആമേൻ. അതാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യമായിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കർത്താവിന്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളെ കർത്താവ് നടത്തിക്കോളും. കരം ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞ് ഈ നല്ല കുടുംബത്തിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്. ആമേൻ. ഇന്നിവിടെ വന്നത് കർത്താവിന്റെ ഉള്ളിൽ തന്നൊരു വാക്യം ഞാൻ വായിച്ചിട്ട് ഞാൻ വേഗത്തിൽ പ്രാർത്ഥിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആകയാൽ എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിന്റെ വീഴ്ച വലിയതായിരുന്നു. അപ്പം ജീവിതത്തിൽ പ്രതികൂലങ്ങൾ എല്ലാവർക്കും വരും, പ്രശ്നങ്ങൾ എല്ലാവർക്കും വരും. യേശു ഇരുന്ന ബോട്ടിന് പോലും കാറ്റടിച്ചു. പ്രാർത്ഥിക്കുന്ന വീട്ടിലും പ്രശ്നം വരും, പ്രാർത്ഥിക്കാത്ത വീട്ടിലും പ്രശ്നം വരും. യേശു ഉള്ള ബോട്ടിലും തിരമാല അടിച്ചു, യേശു ഇല്ലാത്ത ബോട്ടിലും തിരമാല അടിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, യേശു ഉള്ളത് നശിച്ചു പോകത്തില്ല. യേശു ഉള്ളിടത്ത് അത്ഭുതം നടക്കും, യേശു ഉള്ളിടത്ത് വിടുതൽ നടക്കും. അപ്പൊ ഇന്ന് നമ്മളോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു, എന്ത് ചെയ്യുന്നെങ്കിലും യേശുവിൽ ചെയ്യാമെങ്കിൽ
അത് അത്ഭുതമായി മാറും, അത് അനുഗ്രഹമായി മാറും. അത് തകരാൻ ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ 2 ഭവനത്തെ കാണിക്കുക. ഒരു ഭവനം പാറമേൽ പണിത ഭവനം. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, പാറ എന്ന് പറയുന്നത് യേശുവാണ്, യേശു ക്രിസ്തുവാണ് പാറ എന്ന് പറയുന്നത്. ആ പാറമേൽ പണിയപ്പെട്ട ഭവനത്തിന് നേരെ കാറ്റടിച്ചു, വെള്ളം പൊങ്ങി, അവൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. എന്നാൽ മണലിന്മേൽ പണിഞ്ഞ ഭവനം, അതായത് ലോകത്തിന്റെ ബുദ്ധിയിലും സ്വന്തം ബുദ്ധിയിലും സ്വന്തം ശക്തിയിലും പണിയപ്പെട്ട ഭവനം, അതിന്മേൽ എന്ത് ചെയ്തു? അതിന്മേലും കാറ്റടിച്ചു, വൻമഴ പെയ്തു, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ പാറമേൽ പണിത ഭവനം അവിടെ നിൽക്കുവാൻ ദൈവം സഹായിച്ചു. അപ്പൊ ഇന്ന് ഈ വിവാഹ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ഈ നിശ്ചയ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെയാണ് നമ്മുടെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പാറമേലാണ്, യേശുവിലാണ് പണിയപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഉണ്ടെങ്കിൽ ഒരിക്കലും തകർന്നു പോകാൻ യേശു അനുവദിക്കത്തില്ല. യേശു എവിടെയൊക്കെ വന്നോ അവിടെയൊക്കെ അത്ഭുതങ്ങളാണ് നടന്നത്. യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം നടന്നത് കാനായിലെ കല്യാണ വീട്ടില്. അവരുടെ നാണക്കേടിനെ യേശു മാറ്റിക്കൊടുത്തു. അപ്പൊ യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ നാണക്കേടുകളെ യേശു മാറ്റും. ഒരിക്കലും നിന്ദാപാത്രമാകാൻ യേശു അനുവദിക്കുന്നില്ല. യേശു ലാസറിന്റെ വീട്ടിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ലാസറിന്റെ ഭവനം ദുഃഖഭവനമായിരുന്നു, നഷ്ടപ്പെട്ട് ആകെ നിരാശപ്പെട്ടിരിക്കുന്ന ഭവനം. പക്ഷെ ദുഃഖം മാറ്റി, നിരാശ മാറ്റി. അതാണ് യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദുഃഖിക്കുന്ന അവസ്ഥകൾ പോലെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ആ ദുഃഖത്തെ മാറ്റുവാൻ, നിരാശയെ മാറ്റുവാൻ യേശു മതിയായവൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും, ഇന്ന് ഈ കുഞ്ഞുങ്ങളോട് മാത്രമല്ല പരിശുദ്ധാത്മാവിന് സംസാരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും കൂടെ കർത്താവ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും യേശുവിലാണ് ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. യേശു നമ്മുടെ കൂടെ ഉണ്ടോ നമ്മൾ ജയാളികളായി തന്നെ മുന്നേറും. യേശു നമ്മുടെ കൂടെ ഉണ്ടോ നമുക്ക് ചിലപ്പോൾ പരാജയം വരുമെന്ന് തോന്നിപ്പോകും, നഷ്ടങ്ങളായി പോകുമെന്ന് തോന്നിപ്പോകും, ബുദ്ധിമുട്ടുകൾ വരുമെന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതിന്റെ നടുവിൽ യേശു നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. ലാസറിന്റെ വീട്ടിൽ യേശു വരുമ്പോൾ ലാസറിനെ അടക്കിയതിനു ശേഷം 4 ദിവസമായി. ലാസറിന്റെ സ്വന്തം സഹോദരി പറഞ്ഞു, അവൻ റബി ഗുരു ഇത് നാറ്റം വെച്ചിരിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ നാറ്റം വെച്ചിരിക്കുന്നിടത്ത് യേശു പറഞ്ഞൊരു പദമുണ്ട്, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് അത്രയേ ഉള്ളൂ. നീ യേശുവിൽ വിശ്വസിച്ചാൽ നിന്റെ ജീവിതം മഹത്വമായി മാറും. നീ യേശുവിൽ വിശ്വസിച്ചാൽ നിന്റെ ലൈഫ് വ്യത്യസ്തമായി തീരും. ഈ കുഞ്ഞുങ്ങളെ കൂടി ചോദിച്ചാൽ ഇവരോട് ചോദിച്ചാൽ ഇവർക്കറിയാം, ഇവർ കർത്താവിനെ കണ്ട നാള് മുതൽ ഇവരുടെ ജീവിതം അത്ഭുതമാണ്. ഇപ്പൊ ഏബലിന്റെ ലൈഫ്, ഏബലിന്റെ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തത്, ഇവൻ ഓസ്ട്രേലിയയിൽ പോയത്, ഇതെല്ലാം ഒരു മിറക്കിൾ അല്ലേ? അവൻ എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ഞാൻ ഇവന്റെ കല്യാണത്തിന് വന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ആത്മീയതയാണ് ഇവനിൽ കണ്ടത്. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റി? ദൈവം അവന് വേണ്ടി തുറന്ന വഴി മറ്റാർക്കും തുറക്കാത്ത വഴിയാണ്. അവൻ എല്ലാവരും പേപ്പർ വർക്കുകൾ നടത്തുന്നു, ഓടുന്നു, പല പ്രക്രിയകൾ ചെയ്തിട്ട് പോകുമ്പോൾ ഇവനെ എന്ത് ചെയ്തു? ഇവൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനി തന്നെ അവനെ ഓസ്ട്രേലിയക്ക് പറഞ്ഞു. നീതു ഓസ്ട്രേലിയയിൽ ഇരിക്കുമ്പോൾ നീതു ഓടിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ അച്ചാച്ചൻ പറഞ്ഞേ, എന്റെ അച്ചാച്ചൻ പറഞ്ഞേ, എന്റെ അച്ചാച്ചൻ പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശു എന്നാ ചെയ്തു? അവിടെ ഇരുന്ന കമ്പനിക്കാരെ കൊണ്ട് തന്നെ ഇവന് വീസ റെഡിയാക്കി ജോലിയോടുകൂടെ അവനെ അവിടെ വിട്ടു. അല്ലേ മോനെ? അങ്ങനെങ്കിൽ യേശു നല്ലവനല്ലേ? നിനക്കെന്നാ കൈ ഉയർത്തി സ്വന്തം പറയാൻ പടി? ഈ യേശു നല്ലവൻ തന്നെയാണ്. അതുകൊണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൽ യേശു അത്ഭുതം ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. കാരണം യേശു മതിയായവനാണ്, യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. യേശു നമ്മുടെ അവസ്ഥയെ മാറ്റാൻ, ഇപ്പം കർത്താവിന്റെ ദാസൻ സനിലോട് പാടിയതുപോലെ യേശു നമ്മുടെ അവസ്ഥയെ മാറ്റുന്ന ദൈവമാണ്. യേശു നമ്മുടെ അവസ്ഥയെ മാറ്റുന്ന ദൈവമാണ്. ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കും, അല്ലെങ്കിൽ ഈ നിശ്ചയ ശുശ്രൂഷയിൽ പങ്കെടുക്കും. എനിക്ക് വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാഹചര്യമില്ല, എനിക്ക് അത്യാവശ്യം മടങ്ങി പോകണം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിവാഹ ശുശ്രൂഷ എന്ന് പറയുന്നത് അമേൻ, അതിലെനിക്ക് വിഷമമുണ്ട്. പക്ഷേ സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ട് മടങ്ങി പോകണം. പക്ഷേ ഈ നിശ്ചയ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചല്ല നിങ്ങൾ മടങ്ങി പോകേണ്ടത്, നിങ്ങൾ യേശുവുമായിട്ട് വേണം മടങ്ങി പോകാൻ. യേശു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അത്ഭുതമായി മാറുക തന്നെ ചെയ്യും. There is no doubt. ഞങ്ങൾ ടേസ്റ്റ് ചെയ്തതാണ് നിങ്ങളോട് പറയുന്നത്. ഇത്രയും രുചിയുള്ള ജീവിതം, ഇത്രയും മനോഹരമായ ജീവിതം, യേശുവിന്റെ കൂടെയുള്ള ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം. ആമേൻ. നിങ്ങളോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ കുഞ്ഞെ, നിങ്ങളുടെ കുടുംബ ജീവിതം നിങ്ങൾ ക്രിസ്തുവിൽ പണിഞ്ഞെടുക്കും. ക്രിസ്തുവിൽ പണിഞ്ഞെടുക്കുമ്പോൾ അത് അത്ഭുതമായി തീരും. ദൈവവചനം എന്തു പറയുന്നു? കുടുംബജീവിതത്തെ കുറിച്ച് കൗൺസിലിംഗ് അല്ല വേണ്ടത്. ദൈവവചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അത് നിങ്ങൾ അനുസരിക്കുക. എഫേസ്യ ലേഖനം പറഞ്ഞു എന്തു ചെയ്യണം? ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം? ഭാര്യയെ സ്നേഹിക്കും. ഭാര്യ എന്ത് ചെയ്യണം? ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കും. ഇത് രണ്ടും നമ്മൾ അങ്ങ് ചെയ്താൽ മതി, അവിടെ അത്ഭുതം നടക്കും. എന്ത് പ്രശ്നം വന്നാലും
പ്രാർത്ഥിച്ചാൽ മതി. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. കഥ പറഞ്ഞ് നിങ്ങൾ എന്ത് ആവശ്യം വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടുപേരോട് കൈ ഓർത്ത് പിടിക്കും, എന്നിട്ട് മുട്ട നിൽക്കണം, അങ്ങോട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇതിന്മേൽ കർത്താവ് അത്ഭുതം ചെയ്യണമെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ വരും. എന്ത് പ്രശ്നം ഇങ്ങോട്ട് നോക്കി, യേശു ഉള്ള ബോട്ടിൽ പ്രശ്നം ഉണ്ടാകും. യേശു ലാസറിന്റെ വീട്ടിൽ നിരന്തരം പൊക്കോണ്ടിരുന്ന വീടാ, അവിടെയും പ്രശ്നം ഉണ്ടാകും. പക്ഷെ യേശു ഉള്ളത് കൊണ്ട് നമുക്ക് പ്രത്യാശയുണ്ട്. പ്രശ്നത്തിനകത്ത് നമ്മൾ പുറത്തു വരിക തന്നെ ചെയ്യും. നിരാശപ്പെടേണ്ട ആവശ്യമില്ല. മനസ്സിലായി? ഏത് പ്രശ്നത്തിനും മുട്ടുമടക്കിയാൽ മതി, ദൈവം അത്ഭുതം ചെയ്യും. പിന്നെ നിങ്ങൾ എന്നാ ചെയ്യണം? അന്യോന്യം സ്നേഹിക്കുക. കെസിയ എന്നാ ചെയ്യണം? ആ പപ്പായും മമ്മയും ഈ പപ്പായും മമ്മയേക്കാൾ അധികം അവൻ സ്നേഹിച്ചത്. മനസ്സിലായി? ഇവരെക്കാൾ അധികം അവരെ അങ്ങ് സ്നേഹിക്കും. അപ്പം അവിടുത്തെ പ്രശ്നം നമുക്ക് സോൾവ് ആയി. മോൻ എന്നാ ചെയ്യണം? ഇവരെക്കാൾ അധികം അവരെ അങ്ങ് സ്നേഹിക്കും. ഇതോടുകൂടെ എല്ലാ കാര്യവും സ്വർഗമായി മാറും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഏത് കാര്യവും വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്ത് കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അത്ഭുതമുണ്ട്. ഏറ്റവും ധന്യമായ കുടുംബജീവിതം കർത്താവ് നിങ്ങൾക്ക് തരും. അവൻ ഇവിടെ ഇരിക്കുന്നവരോട് ഇത്രയും പറയാനുള്ളൂ. ഈ നിശ്ചയം എന്ന് പറയുന്നത് ഈ യഹൂദ പാരമ്പര്യ പ്രകാരം പറഞ്ഞാൽ, ആ യഹൂദ പാരമ്പര്യത്തിൽ ഈ ഒരു വിവാഹ നിശ്ചയം നടക്കുമ്പോൾ നിയുക്ത വരൻ വധുവിന്റെ വീട്ടിൽ വന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് പോകും. പിന്നെ അവൻ ഭവനം ഒരുക്കാൻ പോകും. ഭവനം ഒരുക്കി കഴിഞ്ഞിട്ട് ഒരു ദിവസം അവൻ അവന്റെ ചാർച്ചക്കാരും കൂട്ടുകാരുമായിട്ട് വന്ന് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഈ വധുവിനെയും കൊണ്ടുപോകും. ഇതുപോലെ നമ്മുടെ കർത്താവ് നമ്മളുമായിട്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കഴിയുമ്പോൾ ആ യേശുവുമായിട്ട് നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക. ഇന്നിവിടെ ആരംഭത്തിൽ പ്രാർത്ഥിച്ച ദൈവദാസൻ പറഞ്ഞതുപോലെ ആ മധ്യാകാശത്തിൽ നടക്കുന്ന, ആ മണിപ്പന്തലിൽ നടക്കുന്ന വിവാഹ ശുശ്രൂഷയാണ് ഓരോ നിശ്ചയങ്ങളും വിവാഹ ശുശ്രൂഷകളും നമ്മളെ ഓർപ്പിക്കുന്നത്. ഈ ഭൂമിയിൽ കാണുന്ന എല്ലാം താൽക്കാലികമാണ്. ജോലി താൽക്കാലികം, ജീവിതം താൽക്കാലികമാണ്. ഇതിനെല്ലാം ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എന്നാൽ ഒരിക്കലും എക്സ്പയറി ഇല്ലാത്തൊരു ജീവിതം, അത് കർത്താവിനോട് കൂടെയുള്ള നിത്യമായ വാസം. അതിനുവേണ്ടി നമുക്ക് പോകാൻ, നമുക്ക് UK പോകാൻ UKയുടെ വീസ വേണം. അമേരിക്കയ്ക്ക് പോകാൻ അമേരിക്കയുടെ വീസ വേണം. എന്നാൽ സ്വർഗത്തിൽ പോകാൻ യേശുവാണ് നമ്മുടെ വീസ. യേശുവിനെ കർത്താവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗം നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇതുവരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ, റോയിച്ചാനോടുകൂടെ ചേർന്നാ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന് പറഞ്ഞു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ എത്രയും വേഗത്തിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് യേശുവിനോടുകൂടെ ചേർന്ന്. അവൻ സ്നാനത്തെ കുറിച്ച് വേദോസ്തം ഇങ്ങനെ പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. അപ്പൊ സ്നാനപ്പെടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? യേശുവിൽ വിശ്വസിക്കണം. അവൻ വിശ്വസിച്ചിട്ടല്ല സ്നാനപ്പെടുന്നത്, വിശ്വസിച്ചിട്ട് വേണം സ്നാനപ്പെടാൻ. സ്നാനപ്പെട്ടിട്ടല്ല വിശ്വസിക്കുന്നത്. അപ്പൊ പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മളെപ്പോഴും കിങ്ഡം ദൈവവചനം എന്ന് പറഞ്ഞു അതനുസരിക്കും. വചനത്തിൽ പറഞ്ഞു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം. യേശു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിച്ചെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ. ഇന്നിപ്പോ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്, ഞാൻ കഴിച്ചാലേ എന്റെ വയറ് നിറയുള്ളൂ. നിങ്ങളെല്ലാം കഴിച്ചാൽ എന്റെ വയറ് നിറയൂ? ഒരിക്കലും നിറയത്തില്ല. ഇതുപോലെ യേശു എന്റെ ജീവിതത്തിൽ പേഴ്സണലായി വന്നെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷ ലഭിക്കൂ. എനിക്ക് വീസ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റൂ? ഇല്ല. നിങ്ങളുടെ പേര് വീസ ഉണ്ടെങ്കിൽ നിങ്ങളെ പോകാൻ പറ്റും. കുടുംബമായിട്ടല്ല സ്വർഗത്തിൽ പോകുന്നത്, കുടുംബമായിട്ട് പോകണം, അത് നമ്മൾ ആഗ്രഹിക്കണം. പക്ഷെ രക്ഷ വ്യക്തിപരമാണ്. എനിക്കൊന്ന് കർത്താവിന്റെ ദാസൻ പാടിയൊരു പാട്ടുണ്ട്, രക്ഷാദാനമാണ്. അവൻ ഇത് ഗിഫ്റ്റാണ്. എന്തുവാ? സൗജന്യമാണ്. എങ്ങനെ ലഭിക്കും? യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ മതി. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ നിങ്ങൾ കർത്താവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, യേശുവിന്റെ രക്തം നിങ്ങളുടെ പാപങ്ങളെ പോക്കിയെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, യേശുവിനെ രക്ഷകനായി ഏറ്റുപറഞ്ഞിട്ടില്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. ലോക സംഭവങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുന്നു. അവൻ നമുക്ക് ചുറ്റുപാടുകളിൽ നമ്മൾ നോക്കുമ്പോൾ, പത്രവാർത്തകൾ നോക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത്. പ്രിയപ്പെട്ടവരെ, ഈ ഓരോ മീറ്റിങ്ങുകളും നമ്മളെ വിളിക്കുക കർത്താവ്. ഇവരെ നിങ്ങളെ വിളിച്ചു, ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വിളിച്ചു. അതിലും വലിയൊരു ഇൻവിറ്റേഷൻ സ്വർഗം നിങ്ങൾക്ക് തരിക. വരിക, യേശുവിനോടുകൂടെ ചേരുക, സ്വർഗത്തിൽ പോകാൻ അവസരം ഒരുക്കി തരിക. അവൻ രണ്ട് പപ്പായമാരോടാണ് കർത്താവ് നിങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിക്കട്ടെ. അവൻ ദൈവത്തിന്റെ വലിയ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മിനിറ്റ് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാമോ? കർത്താവേ, ഞാൻ ഈ ഹാളിൽ ഇരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അവൻ യേശുവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശുവുമായിട്ടുള്ള ഒരു പ്രത്യേക റിലേഷൻഷിപ്പ് അവർക്ക് ഉണ്ടാകട്ടെ. ഇവരാരെങ്കിലും രോഗികളായി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ കഷ്ടതകളും എല്ലാ പ്രയാസങ്ങളും നിരാശകളും യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. അങ്ങനെ അഭിഷക്തൻ എന്ന നിലയിൽ ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. കർത്താവേ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരട്ടെ. നന്മ കൊണ്ട് നിറഞ്ഞ മാതൃകാപരമായി ദൈവത്തിന്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യുന്ന യേശു ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഫാമിലി ലൈഫ് അവർക്ക് കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, തുടർന്നും എല്ലാ കാര്യങ്ങളിലും അങ്ങനെ കൃപയുണ്ടാകട്ടെ. വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപൂർണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഞങ്ങൾ ദോഹ സുവാർത്ത സഭയിൽ നിന്ന് മഞ്ജു ബ്രദർ വന്നിട്ടുണ്ട്, ജോബിൻ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പേരിലുള്ള പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. നമ്മളെ കൽപ്പിച്ച നല്ല ആലോചനയ്ക്കായി ഈ കുടുംബാംഗങ്ങൾക്ക് അത് അനുഗ്രഹമായി തീർത്തത് കൊണ്ട്, ഇരു കുടുംബങ്ങൾ അനുഗ്രഹമായി തീർത്തത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സമയം വളരെ മുന്നോട്ട് പോയല്ലോ. മുന്നോട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. ആശംസ പറയാൻ മഞ്ജു ബദറിനെ ക്ഷണിക്കുന്നു. ദോഹയെന്ന് കർത്താവിന്റെ നാമമായിട്ട് പെരുമാറട്ടെ. കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ഒരു വിവാഹത്തിന് മുമ്പുള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് അവസരം തന്നവർക്ക് സ്തോത്രം. ഇതൊരു അസാധാരണമായ ശുശ്രൂഷയാക്കി കർത്താവ് മാറ്റിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് കിസിയാമോളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലൊരു നിഷ്കളങ്കയായ കുട്ടിയെ ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. കാര്യം കുട്ടികൾ ചർച്ച വരുന്നതൊക്കെ എന്ത് പാവമായിട്ടാണ് വരുന്നത്. അതുപോലെ അവളുടെ മേലെ അസാധാരണമായ അഭിഷേകമുണ്ട്. അഭിഷേകം മുഖത്തെ തകർന്നുവെന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഞങ്ങളിവിടെ വന്നത് ഈ കുട്ടിയുടെ ഈ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾ വന്നത് ദൈവമായിട്ട് ഒരുക്കിയതാണ്. ഇത് ഞങ്ങളുടെ പ്ലാനല്ല. കർത്താവ് ഒരു പ്ലാൻ ഒരുക്കി. ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങളിവിടെ വന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയ ജോയിക്കും കെസിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇവരുടെ വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഒരു കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നത്. അനേക കുടുംബങ്ങൾ മാറി മാറി പോകുമ്പോൾ, അനേക കുടുംബങ്ങൾ വ്യത്യസ്തമായി മാറുമ്പോൾ നിങ്ങളിവിടെ കടന്നു വന്ന എല്ലാവരും ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ 4-ാം തീയതി നടക്കുന്ന വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാകുവാൻ, ദൈവത്തിൻ്റെ കരം ചലിക്കുവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഈ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കടന്നു വന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. 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 ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർക്കും എൻ്റെ ഹൃദയമായ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു കൂടിവരവിൽ കടന്നു വരുവാനായിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. വിവാഹ നിശ്ചയമായിട്ട് ദോഹ സുവാർത്ത ചർച്ചിൽ മെമ്പറായിരിക്കുന്നുള്ളത് പറയുവാനായിട്ടിടയായി. പക്ഷെങ്കിൽ വന്ന് സംബന്ധിക്കുവാനും ഈ കൂട്ടായ്മയിലായി പങ്കെടുക്കുവാനും സർവശക്തനായ ദൈവം തന്നിരിക്കുന്ന എല്ലാ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന വലിയൊരു ഭാഗ്യാവസ്ഥയാണ് കുടുംബജീവിതം. അത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട നല്ല കുടുംബത്തെ ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ പ്ലാനാൽ, ദൈവത്തിൻ്റെ ആ പദ്ധതിയാൽ ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ സർവശക്തനായ ദൈവം ഈ കുടുംബത്തിന് കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ ആശംസകളെ അറിയിക്കുന്നു. ബീഹാറിൽ കർത്താവിന്റെ വേലയോടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം സഹായിച്ചും എല്ലാ ദാനങ്ങളും എല്ലാ കൃപകളും ഈ ഭവനത്തിന്മേൽ ദൈവം കൃപകളെ ചൊരിയട്ടെ എന്ന് ആശംസകളെ അറിയിച്ചുകൊണ്ട് ഞാൻ ദിവസം
സർവശക്തനായ ദൈവത്തിന് സ്തുതിസ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മോൻ്റെയും മോളുടെയും വിവാഹ നിശ്ചയം സ്വർഗത്തിലെ ദൈവം ഇവിടെ നടത്തി തന്നു. എത്ര ശ്രേഷ്ഠകരമായ വിധത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം വളർത്തി ഉയർത്തിയത്. പുറകോട്ടൊന്ന് ചിന്തിക്കാതിരിക്കാൻ ഒക്കത്തില്ല. അതായത് ഈ റോയിയുടെ വല്യപ്പച്ചൻ ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്. തട്ടയിൽ അപ്പൻ ഞങ്ങൾ പറയും, തട്ടയിൽ അപ്പച്ചൻ. അതുപോലെ തന്നെ എൻ്റെ അപ്പനും അമ്മയും, അതായത് റോയിയുടെ ഒരു വല്യപ്പച്ചൻ വല്യപ്പച്ചൻ, ഇതൊരു പ്രാർത്ഥനാ ജീവിതമാണ്. അതുപോലെ റോയിയുടെ അമ്മ എന്തൊരു പ്രാർത്ഥനാ ജീവിതമാണ്. അപ്പം ഇത് തലമുറയായി ലഭിച്ചതായിട്ടുള്ള ഒരു വലിയ അനുഗ്രഹം. അത് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് ഞങ്ങളൊക്കെ അതിൻ്റെ ഒരു ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ ഇത് എല്ലാം നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പോത്തൻ സാർ, പോത്തൻ, ഞങ്ങളെ സഹോദരങ്ങളായിട്ട് ഒരുമിച്ച് ബഹറിലെ ഒരു കൂട്ടായ്മയിൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ജീവിതം മുൻപോട്ട് നയിച്ചത്. അപ്പോൾ ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ നിൽക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് ആ ബഹറിലുള്ള കൂട്ടായ്മ ഒരിക്കലും മറക്കാൻ ഒക്കത്തില്ല. സഹോദരൻ്റെ ഭാര്യ ഇവിടെ വന്നപ്പോൾ സഹധർമ്മിണി ഞങ്ങൾ തട്ടയിൽ കുടുംബത്തിൽ വെച്ച് വീണ്ടും വീണ്ടും ഞങ്ങളുടെ ഓരോ കൂട്ടായ്മയിൽപ്പെട്ടവരുടെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഞങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള സ്വർഗീയമായിട്ടുള്ള ദർശനം, കർത്താവിൽ സമർപ്പിക്കപ്പെടുന്ന ദൈവമക്കളുടെ ആത്മീയ ചൈതന്യം അതെത്ര ശ്രേഷ്ഠമാകുന്നു എന്നുള്ളത് ആണ് ഞങ്ങൾ രാവിലെ മുതൽ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇന്നലെയും ഇന്നും ഒന്നും നമുക്ക് പെട്ടെന്ന് ലഭിച്ചതായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നമുക്ക് തലമുറയായി നമ്മുടെ മാതാപിതാക്കൾക്ക് മക്കൾക്ക് കൂടെ പ്രിയപ്പെട്ടവരിൽ കൂടെ കൈമാറിയതായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ പൈതൃകം. അത് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാം. അത് നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് ചേർത്ത് പിടിക്കും. അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഇപ്പോൾ പാസ്റ്റർ ഇവിടെ പ്രസംഗിച്ചല്ലോ, ഏത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. ഇപ്പോൾ നമ്മൾ പല സഭയിൽപ്പെട്ടവരായി ഇവിടെ നിൽക്കുന്നു. എന്നാൽ സഭയുടെ നാഥനായിട്ടുള്ള ക്രിസ്തു വെളിപ്പെടുമ്പോൾ യേശു ക്രിസ്തുവിനോടുകൂടെ ആ മണവറയിൽ പ്രവേശിക്കുന്നതായിട്ട് ഒരു വലിയ അനുഭവം. അതാണ് കർത്താവിന്റെ ദാസനിവിടെ വളരെ ശക്തമായി പറഞ്ഞു. അത് നമ്മൾ ഏത് സഭയിലായിരുന്നാലും അത് വളരെ വ്യക്തതയോടുകൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതിൽ ഉറച്ചു നിൽക്കണം. അതിൽ നിന്ന് നമ്മൾ അന്യപ്പെട്ടു പോകരുത്. അത് ചേർത്ത് പിടിക്കണം. എവിടെ നമ്മൾ ജോലി ചെയ്താലും എവിടെ പ്രവർത്തിച്ചാലും ആ ഒരു അനുഭവത്തിൽ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കണം. ഇങ്ങനെ ഒരു അവസരം എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളായി ഇപ്പോൾ ഇവിടെ തന്നതെനിക്ക്. ഇവർ രണ്ടുപേരും ഈ ഒരു തീരുമാനത്തിൽ വന്നതുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാനായിട്ട് സാധിച്ചത്. ഇവർ രണ്ടുപേരും ദൈവ മക്കളാണ്, അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ. ഇവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവരുടെ മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ ഇന്ന് എടുത്തിരിക്കുന്നതായിട്ട് തീരുമാനം, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി എടുത്തിരിക്കുന്ന തീരുമാനം, ഇനിയും നമ്മളെല്ലാവരും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ആത്മീയമായ ഒരു നിറവോടുകൂടെ ഈ കുഞ്ഞുങ്ങളെ തമ്മിൽ സ്വർഗത്തിലെ ദൈവം കൈ ചേർത്ത് പിടിച്ച് ആശീർവദിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വന്ന് അവരെ അനുഗ്രഹിക്കുക. ആ കുടുംബം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് അനുഗ്രഹീതമായ ക്രിസ്ത്യ കുടുംബജീവിതം നയിപ്പാൻ ദൈവം ഇവരെ സംഗതിയാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇവിടെ ഇതിന് നേതൃത്വം നൽകിയതായിട്ടുള്ള എൻ്റെ സഹോദരൻ പോത്തൽ ബ്രദറിനോടുള്ള പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ എക്സ്പെർട്ടുകാരെല്ലാവരുടെയും കൂടെ ഉള്ളൊരു നന്ദി കൂടെ അറിയിക്കുന്നത്. കാരണം നമ്മൾ അവർക്ക് അവിടെ ഒരുമിച്ചിരുന്ന് ദൈവത്തെ പാടി സ്തുതിച്ചതായിട്ടുള്ള അനുഭവം ഇന്നും നിലനിൽക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ബ്രദറും ഞാനും, ഞങ്ങൾക്ക് അനേകരുണ്ട്. അതുകൊണ്ട് ആ ഒരു അനുഭവത്തിൽ ദൈവം പിന്നെയും ശക്തമായി മുൻപോട്ട് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ വേദിയിൽ ഇരിക്കുന്നതായിട്ടുള്ള എല്ലാ കർത്തൃദാസന്മാരെയും എല്ലാവരെയും പേര് പറഞ്ഞ് ഞാൻ അഭിനന്ദിക്കുകയും അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയും ചെയ്യും. ഇരു കുടുംബങ്ങളിൽ നിന്ന് വന്നതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൂസ്റ്റണിൽ നിന്ന്, ഡാളസിൽ നിന്ന്, അവിടെ എൻ്റെ മരുമകൻ അച്ഛനൊക്കെ ശുശ്രൂഷ ചെയ്ത് അവിടുത്തെ അറിയാവുന്ന എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ട്. ആ എല്ലാ പ്രിയപ്പെട്ടവരെയും, നമ്മുടെ മോൻ്റെ കുടുംബാംഗങ്ങളായിട്ട് വന്നിട്ടുള്ളവരെ, മോളുടെ കുടുംബാംഗങ്ങളായിട്ട് വന്നിട്ടുള്ളവരെ, ഞങ്ങൾ ക്ഷണിച്ചു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരോടുള്ള പ്രത്യേക നന്ദി എല്ലാവരെയും പേരായിട്ട് ഞാൻ എടുക്കുന്ന ദൈവനാമത്തിൽ പറഞ്ഞ് നന്ദി പറയുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തോളം കാര്യങ്ങളെ ക്രമീകരിച്ച് നിശ്ചയ ശുശ്രൂഷകളുടെ ദൈവസാന്നിധ്യത്തിൽ കൂടിയിരുന്ന് എല്ലാ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിൽ 4-ാം തീയതി ഉച്ചയിൽ നടക്കുന്ന ആ വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഇരു കുടുംബവും ഇരു ഭാഗത്തിൽ നിന്ന് വന്നെങ്കിലും 4-ാം തീയതിയാണ് ഇവരൊരു കുടുംബമാക്കി തീർക്കുന്ന മഹനീയമായ ആശീർവാദ ശുശ്രൂഷ നടക്കുന്നത്. അത് ഏറ്റവും ഭംഗിയായി നടക്കുവാൻ ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. നിങ്ങൾ തുടർന്ന് പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. നാം ഒന്നിച്ച് ഈ സമയത്ത് കണ്ണുകളടച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നിങ്ങളുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങ് ഞങ്ങൾക്ക് തന്നത് ദാനമായി തന്ന കുഞ്ഞുങ്ങളുടെ ഭാവി കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച് ആലോചിച്ച് ഇങ്ങനൊരു ക്രമീകരണത്തിലേക്ക് ഇന്ന് കൊണ്ടുവരുവാനും പ്രിയമക്കളുടെ നിശ്ചയങ്ങളോട് വെച്ച് അനുഗ്രഹിക്കപ്പെട്ടാലും നടക്കുവാനും ഇടയിൽ തീർന്നല്ലോ. അതിന് ഭാവക്കായി എല്ലാ അഭിഷക്തന്മാർക്കായി പ്രാർത്ഥിച്ച ദിവസങ്ങൾക്കായി മാതാപിതാക്കൾക്കായിക്കെല്ലാം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നതോടൊപ്പം തന്നെ കർത്താവെ തുടർന്ന് നടക്കേണ്ട എല്ലാ ശുശ്രൂഷയിലും നിന്റെ സാന്നിധ്യം കൂടിയിരിക്കണമേ. കർത്താവെ 4-ാം തീയതി ഉച്ചകഴിഞ്ഞ് നടക്കുന്ന ആ വിവാഹ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വരണമേ. സ്വർഗത്തിലും ഭൂമിയിലും പേർ വിടുവാൻ കാരണമായി തീരേണ്ട കുടുംബത്തെ ഒന്നിച്ച് യോജിപ്പിക്കുവാൻ അഭിഷക്തന്മാരുടെ കരങ്ങളെ ബലപ്പെടുത്തണമേ. അതിന് സാക്ഷ്യം വഹിക്കാൻ പ്രാർത്ഥിപ്പാൻ എല്ലാവരും ഒരുക്കണമേ. എല്ലാ കാര്യങ്ങളും അങ്ങ് ചന്തോചിതമായി ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം മഹത്വം കർത്താൻ അർപ്പിക്കുന്നു. പ്രിയ ലിയോയെ, പ്രിയ കെസിയ മോളെ ദിവസം ഒരിക്കൽ കൂടി സമർപ്പിക്കുന്ന കർത്താവെ, തുടർന്നുള്ള ദിവസങ്ങൾ പ്രാർത്ഥനയോടെ അഭിഷേകത്തോടെ ശക്തിയുടെ നിറവോടെ ആ ശുശ്രൂഷയ്ക്ക് കടന്നു വരത്തക്കവണ്ണം ദൈവവരെ ശക്തീകരിക്കണം. ഇരു കുടുംബങ്ങളിലെ മാതാപിതാക്കളെയും ശക്തീകരിക്കണം, ബലപ്പെടുത്തുമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി കടന്നു വേണ്ടി എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് ബലപ്പെടുത്തുന്നു, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. മുഴുമുഖത്വം കർത്താവിനെ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിച്ച് വണ്ടി നിന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ സദസ്സിലും തുറന്നടക്കേണ്ടി ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടൊപ്പത്തിലും കർത്താവിന്റെ വരവിൽ ഉണ്ടാക്കി മാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
Hallelujah.